ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇപ്പോഴും കുറേ പേർക്കൊന്നും അറിയില്ല ഈ ഡിവിഡൻഡ് എങ്ങനെ കിട്ടുക, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ ഏത് ദിവസമാണ് ഡിവിഡൻഡ് കൊടുക്കുക എന്നൊക്കെ ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അത് കുറച്ച് ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നി, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വഴി ഈസി ആയിട്ട് അത് അറിയാൻ പറ്റും. നമുക്ക് സ്റ്റോക്ക് എഡ്ജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് ഫോർത്ത് കമ്മിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കമ്പനികളാണ് ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ 6 മാസത്തിനുള്ളിലൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ക്രിസിലുണ്ട്, ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഒരുപാട് ആപ്ടെക് ലിമിറ്റഡ് 22.5%, അതായത് 2.25 പെർ ഷെയർ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ കമ്പനികളാണ് അടുത്ത് കൊടുക്കുന്നത് അതൊക്കെ ഇതിൽ കാണിക്കും. ഇപ്പോൾ ട്യൂസ്ഡേ 6th May 2021 താഴേക്ക് പോകുന്നതോറും ഡേറ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇതിന് ശേഷം ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. NCL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1.5 rupees പെർ ഷെയർ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും. എത്ര രൂപയാണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് അറിയാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. എക്സ് ഡിവിഡൻഡ് ഡേറ്റിൻ്റെ നെക്സ്റ്റ് ശേഷമാണ് റെക്കോർഡ് ഡേറ്റ് വരിക. റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് ആരുടെയൊക്കെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർസ് ഉണ്ടായെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസമാണ് റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ അത് രണ്ടും ഇവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയ ഇപ്പോൾ 12th May നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ വേണമെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ ഷെയർ ബൈ ചെയ്യണം. എന്നാലേ T+2 ഡേറ്റ് കഴിയുമ്പോൾ 2 ഡേ കഴിയുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ വരുള്ളൂ. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും കറക്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് പിന്നെ വേണമെങ്കിൽ സെല്ല് ചെയ്ത് ഒഴിവാക്കാനും ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.